മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടക്കുന്ന ഒരിടം. രക്തവർണ്ണത്തിൽ ഭ്രമത്തിൻ്റെ കറുപ്പ് ചാലിച്ച കുന്നിക്കുരുവും കാട്ടുചേരും കരിമ്പനയും ഏഴിലം പാലയും വളർന്നു നിൽക്കുന്ന കാട്. അവിടെ പാല പൂത്തിരിക്കുന്നു. മനം മയക്കുന്ന ഒരു ഗന്ധം ആ കാട്ടുവഴിയിലാകെ പരന്നിട്ടുണ്ട്. ആ വഴി വരുന്നവരെ മത്തുപിടിപ്പിക്കാൻ കെൽപ്പുള്ള വശ്യമായ ഒരു സുഗന്ധം. അറിവുള്ളവർ പറയും, ആ കാട്ടിലേക്ക് പോകരുത്, അവിടെ ഒരു യക്ഷിയുണ്ട്, രക്തദാഹിയായ യക്ഷി. പകൽ സമയത്ത് ചമയങ്ങൾ അണിഞ്ഞൊരുങ്ങി സർവാംഗസുന്ദരിയായി അവൾ ആ വഴിയിൽ വന്നു നിൽക്കും. പിന്നെ മുറുക്കാൻ ചുണ്ണാമ്പ് ചോദിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തുകൂടും. കൂടെ കൂടി സല്ലപിക്കും. എന്നിട്ട് തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ആളുകളെ മയക്കി ഉൾക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാട്ടിൽ ചെന്നാൽ ഉടനെ പിടിച്ച് കടിച്ചു കീറി ചോര കുടിക്കുകയും നഖവും മുടിയുമൊഴികെ എല്ലാം ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കുടിലുകളിൽ കയറി മനുഷ്യരെ പിടിച്ചു തിന്നുന്നതും അവളുടെ പതിവാണ്. അതുകൊണ്ട് ആ കാടിൻ്റെ അരികുകളിലേക്ക് പോകരുത്. തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഇപ്പറഞ്ഞ കാട്. ആ കാട്ടിലെ യക്ഷിയെ തളയ്ക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും മന്ത്രവാദികളെത്തി. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം ഈ ദൗത്യത്തിനായി അവിടെ എത്തിയത് ഒരു കത്തനാരായിരുന്നു. കടമറ്റത്ത് കത്തനാർ. കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി പതിവ് വേഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനടുത്ത് ചെന്ന് ചുണ്ണാമ്പ് ചോദിച്ചു. ഒരു ഇരുമ്പാണിക്ക് മേൽ ചുണ്ണാമ്പ് വെച്ച് കത്തനാർ യക്ഷിക്ക് നേരെ നീട്ടി. മടിയോടുകൂടിയാണെങ്കിലും അവളത് വാങ്ങി. അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധനത്തിലകപ്പെടുകയും അവളുടെ ശക്തികൾ ക്ഷയിക്കുകയും ചെയ്തു. ഇരുമ്പാണിക്ക് മുകളിൽ ചുണ്ണാമ്പ് വെച്ച ശേഷം തനിക്ക് നേരെ നീട്ടിയെന്ന് യക്ഷിക്ക് തോന്നിയതാണ്. എന്നാൽ കത്തനാർ എന്തോ മന്ത്രം ജപിച്ച് ആ ആണി യക്ഷിയുടെ ശിരസിൽ തറയ്ക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഒരു ദാസിയെപ്പോലെ യക്ഷി കത്തനാരുടെ പിന്നാലെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ താമസിച്ചും 4-5 ദിവസങ്ങൾ കൊണ്ട് അവർ കായംകുളത്ത് വന്നു ചേർന്നു. അവിടെ കത്തനാർക്ക് പരിചയമുള്ള വിധവയായ ഒരു വയോവൃദ്ധ താമസിച്ചിരുന്നു. വൃദ്ധയുടെ സഹായത്തിനായി യക്ഷിയെ കത്തനാർ ആ വീട്ടിൽ താമസിപ്പിച്ചു. അവർ ആ യക്ഷിയെ തൻ്റെ പുത്രിയെപ്പോലെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. ശേഷം കത്തനാർ കുളിക്കാനായി പോയി. യക്ഷിയും വൃദ്ധയും കൂടി ചേർന്ന് ഭക്ഷണം തയ്യാറാക്കി. കുളിയും ഊണും കഴിഞ്ഞ് കത്തനാരൊന്ന് കിടന്നു. വൃദ്ധയും യക്ഷിയും ഊണ് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് വൃദ്ധ സ്നേഹത്തോടുകൂടി യക്ഷിയുടെ മുടി ഭംഗിയായി ചീകി. തലമുടി ചീകി വൃത്തിയാക്കുന്നതിനിടയ്ക്ക് വൃദ്ധ യക്ഷിയുടെ തലയിൽ തറച്ചിരിക്കുന്ന ഇരുമ്പാണി ശ്രദ്ധിച്ചു. എൻ്റെ കുഞ്ഞെ, നിന്റെ തലയിൽ ഈ ഇരുമ്പാണി എങ്ങനെ വന്നു? കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സഹതാപപൂർവം വൃദ്ധ ആണി വലിച്ചൂരി. തൽക്ഷണം പൂർവസ്ഥിതി പ്രാപിച്ച യക്ഷി അപ്രത്യക്ഷയായി. സംഭവിച്ചതൊന്നും മനസ്സിലാകാതെ പരിഭ്രമിച്ചു പോയ വൃദ്ധ ഉടനെ തന്നെ കത്തനാരെ വിവരമറിയിച്ചു. കത്തനാർ തൽക്ഷണം യക്ഷിയെ പിന്തുടർന്ന് അവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നതായി കത്തനാർ കണ്ടു. കത്തനാരും വേഗത്തിൽ നടന്നു. രണ്ടുപേരും മാന്നാറിൽ വന്നെത്തി. അവിടെ എത്തിയ യക്ഷി ഒരു കടത്തുവള്ളത്തിൽ കയറി പനയന്നാർക്കാവിലെ കടവിൽ ഇറങ്ങി. കത്തനാർക്ക് യക്ഷിയുടെ പിന്നാലെ കടവിലെത്തുന്നതിന് വേറെ വള്ളമൊന്നും ലഭിച്ചില്ല. മന്ത്രവിദ്യ കൊണ്ട് കടവിലെത്തിയ യക്ഷിയെ അവിടെ ഒരടി അനങ്ങാൻ വയ്യാത്ത വിധം കത്തനാർ ബന്ധനത്തിലാക്കി. തുടർന്ന് ഒരു തൂശനില മുറിച്ചെടുത്ത് തോണിയാക്കി കത്തനാർ കടവിലിറങ്ങി. യക്ഷിയെ പിടികൂടി. തുടർന്ന് ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കില്ലെന്ന ഉറപ്പിന്മേൽ യക്ഷിയെ കത്തനാർ ആ പ്രദേശത്ത് കുടിയിരുത്തി. യക്ഷി അദൃശ്യയായിട്ടാണ് അവിടെ താമസിക്കുന്നത്. എങ്കിലും കറുത്തവാവ്, വെള്ളിയാഴ്ച എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയം ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും യക്ഷിയെ കാണാറുണ്ടെന്നാണ് കേൾവി. പനയന്നാർക്കാവിൽ കുടിയിരിക്കുന്ന ആ യക്ഷിയെ പനയന്നാർക്കാവിലെ യക്ഷിയെന്നും പരുമല യക്ഷിയെന്നും വിളിക്കുന്നു. ഇതാണ് ഐതിഹ്യം.